ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ക്രിസ്റ്റി എബ്രഹാം. പ്രധാന വാർത്തകൾ. ജൻജാതീയ ഗൌരവ ദിവസിൽ സ്വാതന്ത്ര്യ സമര സേനാനിയും ഗോത്രവർഗ നേതാവുമായ ബിർസ മുണ്ടയ്ക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് സന്ദർശിക്കുന്നു. മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽ ഇടനാഴിയുടെ പുരോഗതി അവലോകനം ചെയ്തു. ജമ്മുകാശ്മീരിൽ നൌഗാം പോലീസ് സ്റ്റേഷനിലുണ്ടായ സ്ഫോടനത്തിൽ 9 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 30ഓളം പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്ക്. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് ആഭ്യന്തര മന്ത്രാലയം. കേരളത്തിൽ തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം പുരോഗമിക്കുന്നു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി എന്യൂമറേഷൻ ഫോം ലഭിക്കാത്തവർക്കായി സ്പെഷ്യൽ ഡ്രൈവ് നടത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. മുൻ ചീഫ് സെക്രട്ടറി കെ ജയകുമാറിന്റെ അധ്യക്ഷതയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇന്നു മുതൽ പുതിയ ഭരണസമിതി. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റ് മത്സരത്തിന്റെ 2ാം ദിനത്തിൽ ഇന്ത്യയുടെ 1ാം ഇന്നിംഗ്സ് പുരോഗമിക്കുന്നു. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് സന്ദർശിക്കുന്നു. മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽ ഇടനാഴിയുടെ പുരോഗതി അവലോകനം ചെയ്യുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സൂറത്തിൽ നിർമ്മാണത്തിലിരിക്കുന്ന ബുള്ളറ്റ് ട്രെയിൻ സ്റ്റേഷൻ സന്ദർശിച്ചു. ബുള്ളറ്റ് ട്രെയിൻ സ്റ്റേഷൻ പ്രദേശത്തെത്തിയ ശ്രീ മോദി ഉദ്യോഗസ്ഥരുമായി സംവദിക്കുകയും പ്രവൃത്തികൾ അവലോകനം ചെയ്യുകയും ചെയ്തു. ബുള്ളറ്റ് ട്രെയിൻ മുംബൈക്കും അഹമ്മദാബാദിനും ഇടയിലുള്ള യാത്രാസമയം ഏകദേശം 2 മണിക്കൂറായി കുറയ്ക്കും. സ്വാതന്ത്ര്യ സമര സേനാനിയും ഗോത്ര നേതാവുമായ ബിർസ മുണ്ടയുടെ 150ാമത് ജന്മവാർഷികത്തോടനുബന്ധിച്ച് നർമ്മദ ജില്ലയിൽ സംഘടിപ്പിക്കുന്ന ജൻജാതീയ ഗൌരവ ദിവസ് പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കും. 9,700 കോടി രൂപയുടെ അടിസ്ഥാന സൌകര്യ വികസന പദ്ധതികളുടെ ശിലാസ്ഥാപനവും പ്രധാനമന്ത്രി നിർവഹിക്കും. ജമ്മു കാശ്മീരിലെ നൌഗാം പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ രാത്രിയുണ്ടായ ആകസ്മിക സ്ഫോടനത്തിൽ 9 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. സംഭവത്തിൽ 27 പോലീസ് ഉദ്യോഗസ്ഥർക്കും 2 റവന്യൂ ഉദ്യോഗസ്ഥർക്കും 3 സാധാരണക്കാർക്കും പരിക്കേറ്റതായി ജമ്മുകാശ്മീർ ഡിവിഷൻ ആഭ്യന്തരകാര്യ ജോയിന്റ് സെക്രട്ടറി പ്രശാന്ത് ലോഖണ്ഡെ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. പരിക്കേറ്റവരെ ഉടൻ തന്നെ വൈദ്യസഹായത്തിനായി എത്തിച്ചതായി അദ്ദേഹം പറഞ്ഞു. തെരച്ചിലിനിടെ കണ്ടെടുത്ത സ്ഫോടക വസ്തുക്കളുടെയും രാസവസ്തുക്കളുടെയും വലിയ ശേഖരം സംസ്കരിക്കുന്നതിനിടെയാണ് സ്ഫോടനം നടന്നതെന്ന് ശ്രീ ലോഖണ്ഡെ അറിയിച്ചു. On 14th November night at 11:20 p.m., in an unfortunate accidental incident, a massive explosion took place inside the police station Nowgaon in Jammu and Kashmir. In this unfortunate accidental incident, 9 people have lost their lives. The cause of the accident is being investigated. However, any other speculation into the cause of these incidents are unnecessary. The government stands in solidarity with the families of the deceased in this hour of grief. അപകട കാരണം അന്വേഷിച്ചു വരികയാണെന്നും ഊഹാപോഹങ്ങൾ ഒഴിവാക്കണമെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു. സ്വാതന്ത്ര്യ സമര സേനാനിയും ഗോത്ര നേതാവുമായ ബിർസ മുണ്ടയുടെ 150ാം ജന്മവാർഷികം രാജ്യം ഇന്ന് ജൻജാതീയ ഗൌരവ ദിവസായി ആഘോഷിക്കുന്നു. ന്യൂഡൽഹിയിലെ പാർലമെന്റ് സമുച്ചയത്തിൽ ബിർസ മുണ്ടയ്ക്ക് രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, ലോക്സഭാ സ്പീക്കർ ഓം ബിർള എന്നിവർ പുഷ്പാർച്ചന നടത്തി. ബിർസ മുണ്ടയ്ക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ശ്രദ്ധാഞ്ജലി അർപ്പിച്ചു. മാതൃരാജ്യത്തിന്റെ അഭിമാനം സംരക്ഷിക്കുന്നതിൽ ബിർസ മുണ്ടയുടെ സമാനതകളില്ലാത്ത സംഭാവനകളെ മുഴുവൻ രാഷ്ട്രവും ആദരപൂർവ്വം സ്മരിക്കുന്നുവെന്ന് ശ്രീ മോദി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. വിദേശ ഭരണത്തിന്റെ അനീതികൾക്കെതിരായ ബിർസ മുണ്ടയുടെ പോരാട്ടവും ത്യാഗവും എല്ലാ തലമുറകൾക്കും പ്രചോദനം നൽകുന്നതായിരിക്കുമെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഗോത്രസ്വത്വത്തിന്റെയും ഇന്ത്യൻ അഭിമാനത്തിന്റെയും പ്രതീകമായും മഹാനായ സ്വാതന്ത്ര്യ സമര സേനാനിയായും ബിർസ മുണ്ടയെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വിശേഷിപ്പിച്ചു. ഝാർഖണ്ഡ് സ്ഥാപക ദിനമായി ഇന്ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവർ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ബിർസ മുണ്ടയുടെ നാട്ടിലെ കഠിനാധ്വാനികളായ ജനങ്ങൾ സംസ്ഥാനത്തിന്റെയും മുഴുവൻ രാജ്യത്തിന്റെയും അഭിമാനം വർദ്ധിപ്പിച്ചിട്ടുണ്ടെന്ന് രാഷ്ട്രപതി സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. രാജ്യത്തിന്റെ വികസനത്തിൽ ഝാർഖണ്ഡ് വിലമതിക്കാനാവാത്ത പങ്ക് വഹിക്കുന്നുണ്ടെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു. ഗോത്ര സംസ്കാരത്താൽ സമ്പന്നമായ ബിർസ മുണ്ടയുടെ നാടിന് ധൈര്യത്തിന്റെയും പോരാട്ടത്തിന്റെയും ആത്മാഭിമാനത്തിന്റെയും കഥകൾ നിറഞ്ഞ ഒരു ചരിത്രമുണ്ടെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ബീഹാറിൽ പുതിയ സർക്കാർ രൂപീകരണവുമായി ബന്ധപ്പെട്ട് NDA സഖ്യകക്ഷികളുടെ അനൌപചാരിക യോഗം ഇന്ന് പട്നയിൽ നടക്കും. വിശദാംശങ്ങളിലേക്ക്. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കഴിഞ്ഞ നിതീഷ് കുമാർ സർക്കാരിലെ 29 മന്ത്രിമാരിൽ 28 പേരും വിജയം നേടി.
BJPയിൽ നിന്നുള്ള 17 മന്ത്രിമാരും വിജയിച്ചു. ഇത്തവണ ഏറ്റവും വലിയ വിജയഭൂരിപക്ഷം രേഖപ്പെടുത്തിയത് പൂർണിയയിലാണ്. JDUവിന്റെ കലാധർ മണ്ഡൽ എതിരാളിയായ ഭീമ ഭാരതിയെ രൂപൌളി നിയമസഭാ മണ്ഡലത്തിൽ 73,500 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിലാണ് പരാജയപ്പെടുത്തിയത്. ഏറ്റവും കുറഞ്ഞ വിജയഭൂരിപക്ഷം ഭോജ്പൂർ ജില്ലയിലെ സന്ദേശ് നിയമസഭാ മണ്ഡലത്തിലാണ്. ഇഞ്ചോടിഞ്ച് പോരാട്ടത്തിൽ JDUവിന്റെ രാധാചരൺ ഷാ RJD സ്ഥാനാർത്ഥിയെ വെറും 27 വോട്ടുകൾക്കാണ് തോൽപ്പിച്ചത്. 2020-ൽ 75 സീറ്റുകൾ നേടിയ രാഷ്ട്രീയ ജനതാദൾ പാർട്ടിക്ക് ഇത്തവണ 50 സീറ്റുകൾ നഷ്ടപ്പെട്ടു. കോൺഗ്രസിന് 13 സീറ്റുകൾ നഷ്ടപ്പെട്ടു. അതേസമയം മുൻ തെരഞ്ഞെടുപ്പിൽ 4 സീറ്റുകൾ നേടിയ വികാസ്ശീൽ ഇൻസാൻ പാർട്ടിക്ക് ഇത്തവണ അക്കൌണ്ട് തുറക്കാനായില്ല. നാളന്ദ ജില്ലയിലെ ഹർനൌത്ത് നിന്ന് വിജയിച്ച ഹരിനാരായൺ സിംഗ് 10ാം തവണയും MLA ആയി ബീഹാർ നിയമസഭയിൽ റെക്കോർഡ് സൃഷ്ടിച്ചു. ഇത്തവണ 28 വനിതാ സ്ഥാനാർത്ഥികളാണ് നിയമസഭയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടത്. ഇതിൽ 10 പേരും BJP ടിക്കറ്റിലാണ് വിജയിച്ചത്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ഗോവ അന്താരാഷ്ട്ര ചലച്ചിത്രമേളയിലെ മീഡിയ രജിസ്ട്രേഷൻ ഈ മാസം 17 വരെ നീട്ടി. ഈ മാസം 20 മുതൽ 28 വരെ ഗോവയിലെ പനാജിയിലാണ് 56ാമത് ഇന്ത്യ അന്താരാഷ്ട്ര ചലച്ചിത്രമേള സംഘടിപ്പിക്കുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്. കേരളത്തിൽ തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം പുരോഗമിക്കുന്നു. ഈ മാസം 21 വരെ പത്രികകൾ സമർപ്പിക്കാം. 1199 തദ്ദേശ സ്ഥാപനങ്ങളിലെ 23,576 വാർഡുകളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ വിജ്ഞാപനം സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇന്നലെ പുറത്തിറക്കി. അടുത്ത മാസം 9, 11 തീയതികളിൽ 2 ഘട്ടങ്ങളായാണ് വോട്ടെടുപ്പ്. വോട്ടെണ്ണൽ 13 നടക്കും. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം സംബന്ധിച്ച് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ വിളിച്ചു ചേർത്ത സർവകക്ഷി യോഗം തിരുവനന്തപുരത്ത് ചേർന്നു. എന്യൂമറേഷൻ ഫോം ലഭിക്കാത്തവർക്കായി സ്പെഷ്യൽ ഡ്രൈവ് നടത്തുമെന്ന് അദ്ദേഹം അറിയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിയുന്നതുവരെ ഫോം വിതരണം മാറ്റിവെക്കണമെന്ന ആവശ്യം വിവിധ രാഷ്ട്രീയ കക്ഷികൾ യോഗത്തിൽ ഉന്നയിച്ചു. തദ്ദേശ തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണത്തിനിടെ പ്രചാരണത്തിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളും സ്ഥാനാർത്ഥികളും. വീടുകളിലെത്തി സമ്മതിദായകരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിക്കാൻ സ്ഥാനാർത്ഥികൾക്കൊപ്പം മുതിർന്ന നേതാക്കളും സജീവമാണ്. മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തിനായി ശബരിമല നാളെ വൈകിട്ട് നട തുറക്കും. വെർച്വൽ ക്യൂ വഴി 70,000 പേർക്കും തത്സമയ ബുക്കിംഗ് വഴി 20,000 പേർക്കും ദർശനം സാധ്യമാകും. അവസാനവട്ട തയ്യാറെടുപ്പുകൾ പുരോഗമിക്കുകയാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി S. ശ്രീധർ. നാളെ വൈകിട്ട് 5-ന് തന്ത്രി കണ്ഠര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിക്കും. വൃശ്ചികം 1 മുതൽ രാവിലെ 3-ന് നട തുറന്ന് ഉച്ചയ്ക്ക് 1 വരെയും ഉച്ചയ്ക്ക് ശേഷം 3 മുതൽ രാത്രി 11 വരെയും ദർശനം ലഭിക്കും. തത്സമയ ബുക്കിംഗ് കൌണ്ടറുകൾ പമ്പ, നിലയ്ക്കൽ, എരുമേലി, വണ്ടിപ്പെരിയാർ, ചെങ്ങന്നൂർ എന്നിവിടങ്ങളിലും ഉണ്ടാകും. സ്ത്രീകൾക്കും കുട്ടികൾക്കും 18ാം പടിക്കും മുൻപായി നടപ്പന്തൽ മുതൽ പ്രത്യേക ക്യൂ സംവിധാനം ഉണ്ടാകും. ശരംകുത്തി മുതൽ വലിയ നടപ്പന്തൽ വരെ പാതയ്ക്ക് ഇരുവശവും 400 മീറ്ററോളം അരമതിൽ നിർമ്മിച്ച് ഭക്തർക്ക് ഇരിക്കുന്നതിനുള്ള സൌകര്യവും ഒരുക്കിയിട്ടുണ്ട്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റായി മുൻ ചീഫ് സെക്രട്ടറി K. ജയകുമാർ സത്യപ്രതിജ്ഞ ചെയ്തു. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സെക്രട്ടറി PN ഗണേശൻ പോറ്റി സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ദേവസ്വം ബോർഡ് അംഗമായി K. രാജുവും ചുമതലയേറ്റു. ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റ് മത്സരത്തിന്റെ 2ാം ദിനത്തിൽ ഇന്ത്യയുടെ 1ാം ഇന്നിംഗ്സ് പുരോഗമിക്കുന്നു. ഒടുവിൽ റിപ്പോർട്ട് കിട്ടുമ്പോൾ ഇന്ത്യ 6 വിക്കറ്റിന് 172 റൺ നേടിയിട്ടുണ്ട്. ദക്ഷിണാഫ്രിക്ക 1ാം ഇന്നിംഗ്സിൽ 159 റൺസിന് പുറത്തായിരുന്നു. പരമ്പരയിലെ 2ാമത്തെയും അവസാനത്തെയും മത്സരം ഈ മാസം 22 മുതൽ ഗുവാഹത്തിയിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ജൻജാതീയ ഗൌരവ് ദിവസിൽ സ്വാതന്ത്ര്യ സമര സേനാനിയും ഗോത്രവർഗ നേതാവുമായ ബിർസ മുണ്ടയ്ക്ക് ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് രാഷ്ട്രപതിയും ഉപരാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും ഉൾപ്പെടെയുള്ള പ്രമുഖർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്ത് സന്ദർശിക്കുന്നു. മുംബൈ അഹമ്മദാബാദ് അതിവേഗ റെയിൽ ഇടനാഴിയുടെ പുരോഗതി അവലോകനം ചെയ്തു. ജമ്മു കാശ്മീരിൽ നൌഗാം പോലീസ് സ്റ്റേഷനിലുണ്ടായ സ്ഫോടനത്തിൽ 9 പേർക്ക് ജീവൻ നഷ്ടപ്പെട്ടു. 30ഓളം പോലീസ് ഉദ്യോഗസ്ഥർക്കും പരിക്ക്. സംഭവത്തിൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്ന് ആഭ്യന്തര മന്ത്രാലയം. കേരളത്തിൽ തദ്ദേശ പൊതു തെരഞ്ഞെടുപ്പിനുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പണം പുരോഗമിക്കുന്നു. തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ ഭാഗമായി എന്യൂമറേഷൻ ഫോം ലഭിക്കാത്തവർക്കായി സ്പെഷ്യൽ ഡ്രൈവ് നടത്തുമെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ. മണ്ഡല മകരവിളക്ക് മഹോത്സവത്തിനായി ശബരിമല ക്ഷേത്രനട നാളെ തുറക്കും. മുൻ ചീഫ് സെക്രട്ടറി K. ജയകുമാറിന്റെ അധ്യക്ഷതയിൽ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇന്നു മുതൽ പുതിയ ഭരണസമിതി.
ദക്ഷിണാഫ്രിക്കയ്ക്കെതിരായ ആദ്യ ടെസ്റ്റ് മത്സരത്തിന്റെ രണ്ടാം ദിനത്തിൽ ഇന്ത്യയുടെ ഒന്നാം ഇന്നിംഗ്സ് പുരോഗമിക്കുന്നു. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.